അതേ രവതാ ചന്ദ്രശേഖരൻ LDF ഭരിക്കുമ്പോൾ DGP പദവിയിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് സ്വന്തം തടി രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള തീരുമാനം വരുമ്പോൾ പാവപ്പെട്ട രക്തസാക്ഷികൾക്ക് എന്ത് സ്ഥാനമാണുള്ളത്? CPM-ൽ സ്വന്തം തടി എങ്ങനെ രക്ഷപ്പെടുത്തണം എന്ന് ആലോചിച്ചിരിക്കുന്നവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ അവിടെ ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണത്. എനിക്ക് ക്ലിയറായിട്ട് പറയാൻ പറ്റും, രവതാ ചന്ദ്രശേഖരൻ എന്ന ഉദ്യോഗസ്ഥനോട് എനിക്കൊരു മതിപ്പ് കുറവുമില്ല. അദ്ദേഹം അത് ചെയ്തത് ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ CPM ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം പബ്ലിക് ഡൊമൈനിലുണ്ട്. അന്ന് CPM അണികളെ, ആ രക്തസാക്ഷികളായിട്ടുള്ള അണികളെ അവർ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന, രക്തസാക്ഷി കുടുംബത്തിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ മാറ്റിമറിക്കാൻ എന്താണ് കാരണമെന്ന് തികഞ്ഞു നോക്കിയാൽ ഇതിനകത്ത് വലിയ ദുരൂഹതയുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. മാത്രമല്ല, ഇന്നൊരു മാധ്യമത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി, അതൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, വായിക്കുകയുണ്ടായി, അതിൽ 1ാം റാങ്കുകാരനായ നിതിൻ അഗർവാളിനെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹം BSF ഡയറക്ടർ ജനറൽ ആയിരുന്നപ്പോൾ ചെയ്ത ചില കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം ആർക്കുണ്ടായിരുന്നു? മോദി സർക്കാരിനുണ്ടായിരുന്നു. ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എന്താണ് അദ്ദേഹം BSF ഡയറക്ടറായിരുന്നപ്പോൾ എനിക്ക് നിതിൻ അഗർവാളിനെ അറിയാം. ഞാൻ ഒരു ഉദ്യോഗസ്ഥനോട് ഞങ്ങൾക്കാർക്കും പ്രത്യേക താല്പര്യമോ പ്രത്യേക വിദ്വേഷമോ ഒന്നുമില്ല. ഉദ്യോഗസ്ഥരെല്ലാം സർക്കാരിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ടവരാണ്. പക്ഷേ അദ്ദേഹം, ഞാൻ MLA ആയിരുന്നപ്പോൾ SP ആയിട്ട് പ്രവർത്തിച്ചിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. ഇത്ര നല്ല ജെം ഓഫ് ദി ഓഫീസർ, ഏത് കൊലക്കൊമ്പം പറഞ്ഞാലും സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യം കാണിക്കുന്ന ഒരു ഓഫീസർ എന്നാണ് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചത്. യോഗേഷ് ഗുപ്തി അതുമല്ല. അപ്പോൾ ഇവർക്കതൊന്നും പറ്റില്ല. ഇവിടെ ഗൗരവതരമായ കാര്യം, കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥിയാണ് ഈ പുതിയ DGP എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണിത്. അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെ സെക്യൂരിറ്റി, ആ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന മിസ്റ്റർ രവതാ ചന്ദ്രശേഖർ 2 ആഴ്ച മുമ്പാണ് അദ്ദേഹത്തെ അതിലേക്ക് നിയമിച്ചത്, ആ പോസ്റ്റിലേക്ക്. പ്രധാനമന്ത്രിയുടെ സുരക്ഷ നോക്കുന്ന SPGയുടെ കാര്യങ്ങളെല്ലാം മേൽനോട്ടം വഹിക്കുന്ന സെക്രട്ടറി സെക്യൂരിറ്റി, ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ്. അതിനു മുമ്പ് IB ചീഫായിരുന്നു. അതിൽ നിന്ന് അദ്ദേഹം കേരള DGP ആയി രംഗത്ത് വരാൻ വേണ്ടി കേന്ദ്രം അനുവദിച്ചു. സ്വാഭാവികമായിട്ടും സ്റ്റേറ്റ് ചോദിച്ചാൽ അനുവദിക്കുന്നൊക്കെ പറഞ്ഞ് ഒഴിമാറാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഇന്ന് നിതിൻ അഗർവാളിനെ കുറിച്ചുള്ള ഡിസ്ക്വാളിഫിക്കേഷൻ കൂടെ കേൾക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും, ഇത് കേന്ദ്രവുമായിട്ടുള്ള ഒരു 2ാമത്തെ ഡീലാണ്. ഈ ഡീൽ DGPയുടെ കാര്യത്തിൽ നടന്നിരിക്കുന്നത്. അല്ല, അത് തന്നെ. ഇപ്പം ഞാൻ സ്പോണ്ടേനിയസായ റിയാക്ഷനാണ് ജയരാജൻ്റെ ഞാൻ കണ്ടത്. മറ്റു നേതാക്കന്മാർക്ക് വേറെന്താ മാർഗം? അവർക്ക് വേറെന്താ മാർഗം? അവർ മറുപടി പറയേണ്ടത് അവർ മുൻപ് പറഞ്ഞ ആ കാര്യങ്ങൾ അപ്പോൾ എല്ലാം തെറ്റായിരുന്നു. അവരിപ്പോൾ പറയുന്നത് ഇവരെല്ലാം തെളിഞ്ഞിരിക്കുകയാണ്, ഉദ്യോഗസ്ഥൻ്റെ നേരെ ഒരു കുറ്റവും തെളിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു വസ്തുതയില്ലാതെ ഒരു ഉദ്യോഗസ്ഥനെ അന്ന് കരിവാരി തേച്ചത് പാർട്ടിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് എന്ന് പറയാൻ ധൈര്യം കാണിച്ചിട്ട്, പറയാനുള്ള ആർജവം കാണിച്ചിട്ട് വേണം ഇതൊന്ന് ന്യായീകരിക്കാൻ. അത്രയെങ്കിലും ചെയ്യണം അവർ. അല്ല, ഞങ്ങൾ ആരോപണം ഉന്നയിക്കുന്നതല്ല. നിങ്ങളൊന്ന് വസ്തുതകളൊന്ന് പരിശോധിച്ച് നോക്കുക. വസ്തുതകൾ പരിശോധിച്ച് നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒന്നാണ്, ഇത് ക്ലിയറായിട്ടും കേന്ദ്ര സർക്കാരുമായിട്ടുള്ള ധാരണയുടെ പുറത്താണെന്നുള്ളത് അർത്ഥമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. നല്ല ധാരണയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ നല്ല ധാരണകൾ ഉണ്ടാകുന്നൊന്നും കുഴപ്പമൊന്നുമില്ല. അവിടെയാണ് രക്തസാക്ഷികൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. അപ്പോൾ സ്വന്തം നിലനിൽപ്പിൻ്റെ പ്രശ്നം വരുമ്പോൾ എന്ത് രക്തസാക്ഷികൾ? അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ ഉദ്യോഗസ്ഥനോട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ നിങ്ങളൊരു ഉദ്യോഗസ്ഥനെ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റുദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നൊരു ബാഡ് റിമാർക്ക് ഉണ്ടല്ലോ, അത് കണ്ടപ്പോഴാണ് ഞാൻ വീണ്ടും പറഞ്ഞു, ഞാൻ മാധ്യമങ്ങളിൽ വായിച്ച് മനസ്സിലാക്കിയതാണ്. ഞാൻ അതിൻ്റെ നിജസ്ഥിതി പിന്നെ അന്വേഷിച്ചു. ആവശ്യമാണെങ്കിൽ പിന്നെ ഇവിടെ വീണ്ടും പറയാം, അതിനൊരു ഡിബേറ്റ് വരുന്നുണ്ടെങ്കിൽ പറയാം. എന്താണ് അദ്ദേഹം ചെയ്ത തെറ്റ് എന്നുള്ളത് ഞങ്ങൾക്കറിയാം. അദ്ദേഹം ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ തലവനായിരുന്നപ്പോൾ എന്താണ് ചെയ്ത തെറ്റെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഒരു തെറ്റുമില്ലായിരുന്നു.